ഇന്റർഫേസ് കാർഡ്സ് ബസസ് ഫേംവെയർ ആൻഡ് റൂട്ട് പ്രോസസ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടോപ്പിക്സ് മാത്രമാണ്. ഒക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇന്റർഫേസ് കാർഡ്സ് ബസസ് ഫേംവെയർ ആൻഡ് റൂട്ട് പ്രോസസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇന്റർഫേസ് കാർഡ്സ്. ഇന്റർഫേസ് കാർഡ്സ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. An interface card is a hardware component that connects a computer to external devices, allowing communications between the system and peripherals. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മദർ ബോർഡ്, അതുപോലെ മദർ ബോർഡിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ കണക്ട് ചെയ്യേണ്ടി വരുന്ന എക്സ്റ്റേണൽ ഹാർഡ്വെയർ കമ്പോണൻസ്, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കൺട്രോളിങ് യൂണിറ്റ് ആണ് ഇന്റർഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സി പി യുവിനെയും എക്സ്റ്റേണൽ ഡിവൈസിനെയും, സി പി യു ഉണ്ടായിരിക്കും, ഒരു എക്സ്റ്റേണൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആകാം, അല്ലെങ്കിൽ വേറെ ഒരു വൈഫൈ ഡോങ്ലർ ആകാം, വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസ്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മളുടെ ഇന്റർഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. സേവ്സ് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ സി പി യു ആൻഡ് എ സ്പെസിഫിക് ഡിവൈസ്. ഓരോ ഡിവൈസും, ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസ് നമ്പർ 1, ഇതാണ് നമ്മുടെ സി പി യു. അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ യൂണിറ്റ് ആണ് ഇന്റർഫേസിങ് കാർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഡേറ്റ ആൻഡ് സിഗ്നൽസ് ഫോർ കോമ്പാറ്റിബിലിറ്റി. സോ നമ്മളുടെ എക്സ്റ്റേണൽ ഡിവൈസും സി പി യും ഡിഫറെൻറ്റ് സ്പീഡ്സിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ദെൻ അതിൻ്റെ ഡേറ്റയുടെ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇവർ തമ്മിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ പോസിബിലിറ്റി, ഡേറ്റ ട്രാൻസ്ലേഷന് വേണ്ടി, പ്രോപ്പർ സിഗ്നലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ ഇന്റർഫേസിങ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഇന്റർഫേസിങ് കാർഡ്സ് ഉണ്ട്. നെറ്റ്വർക്ക് ഇന്റർഫേസിങ് കാർഡ്സ് നമുക്കറിയാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കണക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കണക്ട്സ് എ കമ്പ്യൂട്ടർ ടു നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് ഏരിയ നെറ്റ്വർക്ക് ഓർ ഇന്റർനെറ്റ്. ഓക്കെ, സോ ഇത് ഈ ലോക്കൽ ഏരിയ, വാൻ, മാൻ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ കണക്ഷൻസ് ടെക്നിക്സ് ഉണ്ട്. സോ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് വൈഫൈ കാർഡ്, അതൊക്കെ നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്സിൽ വരുന്നതാണ്. യൂസേഴ്സ് ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് നെറ്റ് കണക്ട് ചെയ്യുന്നത്, വൈഫൈ ഒരു ഫൈബർ ഒപ്റ്റിക്സ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ, വളരെ സിമ്പിളായിട്ട് അറിയാം. സപ്പോർട്ട്സ് വയേർഡ് ഓർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ PCI ഈതർനെറ്റ് കാർഡ്, USB വൈഫൈ അഡാപ്റ്റർ. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഇന്റർഫേസ് കാർഡ്സിൽ വരുന്നതാണ് ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ GPU. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്, GPU എന്ന് പറയുന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നതാണ്. ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ GPU സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് മാനേജസ് വീഡിയോ ആൻഡ് ഇമേജ് റെൻഡറിങ് ഫോർ ഡിസ്പ്ലേസസ്. വീഡിയോ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രൊജക്ഷൻ ഡിവൈസിലൊക്കെ നമ്മളുടെ വീഡിയോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു GPU കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഗെയിമിംഗ് ലാപ്ടോപ്സ്, PC-ലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ GPU കാർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ വീഡിയോ എഡിറ്റിംഗ്, ഗെയിമിംഗ്, 3D മോഡലിംഗ് ആൻഡ് AI പ്രോസസ്സിംഗ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് ഹൈ എൻഡ് കാൽക്കുലേഷൻസ് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്രാഫിക്സ് കാർഡുള്ള ഡിവൈസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണമെന്ന് പറയാൻ കാരണം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ഉണ്ട്. NVIDIA GeForce ഉള്ളതുണ്ട്, ദെൻ AMD Radeon RX ഉള്ളതുണ്ട്. ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് സപ്പോർട്ട്സ് ഉള്ള ഇൻ്റലിജൻസിൻ്റെ ഗ്രാഫിക്സ് കാർഡുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക് കാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്ന ഇന്റർഫേസിംഗ് കാർഡ്സ് നമുക്ക് പറയാൻ പറ്റുക സൗണ്ട് കാർഡ്സ് ആണ്. എൻഹാൻസസ് ഓഡിയോ ഔട്ട്പുട്ട് ആൻഡ് ക്വാളിറ്റി. ദെൻ പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ. സോ നമ്മളുടെ ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും അതിലെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു യൂണിറ്റ് വരുന്നതായിരിക്കും സൗണ്ട് കാർഡ്. സൗണ്ട് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് മീഡിയ പ്ലെയർ ഒക്കെ റൺ ചെയ്യുമ്പോൾ ഏത് മീഡിയ സോഴ്സ് ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഓഡിയോ ഡേറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്ത സ്പീക്കർ വഴി ഓഡിയോ ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്, ഒരു ഓഡിയോ കാർഡിൻ്റെ ആവശ്യമുണ്ട്. സോ ഓഡിയോ കാർഡ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ബിറ്റ്വീൻ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് CPU. സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഓഡിയോ ചാനൽസ്, സ്റ്റീരിയോ, സറൗണ്ട് കാർഡ് ഒക്കെ ഉള്ളതാണ്. ക്രിയേറ്റീവ് സൗണ്ട് ബ്ലാസ്റ്റർ, ഓസിയോ 6 സോണാർ, ഇതെല്ലാം നമ്മളുടെ ഡിഫറെൻറ്റ് സൗണ്ട് കാർഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ അടുത്ത ഒരു ഇന്റർഫേസ് കാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കൺട്രോളർ കാർഡാണ്. സ്റ്റോറേജ് കൺട്രോളർ എന്ന് പറയുന്നത് കണക്ട്സ് ഹാർഡ് ഡ്രൈവ്സ്, ഹാർഡ് ഡിസ്ക്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, റെയ്ഡ് അറേസ്, ഇതൊക്കെ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസിംഗ് കാർഡാണ് സ്റ്റോറേജ് കൺട്രോളർ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെയ്ഡ് അറേസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ്. റെയ്ഡ് എന്ന് പറയുന്നത് റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്.
റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക് എന്ന് പറയുന്നതാണ് RAID എന്ന് പറയുന്നത്. സോ RAID എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റോറേജ് വിർച്വലൈസേഷൻസ് ടെക്നോളജിയാണ്. സ്റ്റോറേജ് വിർച്വലൈസേഷൻ ടെക്നോളജിയാണ്. സ്റ്റോറേജ് വിർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഹാർഡ് ഡിസ്ക് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഒരു ഹാർഡ് ഡിസ്കിനകത്ത് മൾട്ടിപ്പിൾ ഡിസ്കുകളുണ്ടായിരിക്കും. ഓക്കെ, സോ 1, 2, 3 അങ്ങനെ കുറേ ഹാർഡ് ഡിസ്കിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മളുടെ ബസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ RAID ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് റെയ്ഡ്സുകളുണ്ട്. RAID 0 ഉണ്ട്, RAID 1 ഉണ്ട്, RAID 5 ഉണ്ട്, RAID 10 ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള RAID ടെക്നിക്സ് ഉണ്ട്. RAID 0 എന്ന് പറയുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഒരു ഡാറ്റയുടെ ഡിഫറെൻറ്റ് പാർട്സ്, ഒരു പാർട്ട് നമ്മൾ ആദ്യത്തെ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കും, സെക്കൻഡ് പാർട്ട് വേറെ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കും, തേർഡ് പാർട്ട് മൂന്നാമത്തെ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കും. അങ്ങനെ ഒരു നമ്പർ ഓഫ് ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ഫയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അസൈൻ ചെയ്യും. പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. RAID 1 എന്ന് പറയുന്നത് സിംഗിൾ ഫയലിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഡിവൈസ് 1ലേക്കും ഡിവൈസ് 2ലേക്കും റിഡൻഡൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയാലും സെയിം ഡാറ്റ നമ്മൾ സെക്കൻഡ് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് വേണ്ടിയിട്ടല്ല RAID 1 കൊടുത്തിരിക്കുന്നത്. RAID 1 കൊടുത്തിരിക്കുന്നത് റിഡൻഡൻസിക്ക് വേണ്ടിയാണ്. ഓക്കെ, ഡാറ്റ സേഫ്റ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലൊക്കെ നമുക്ക് റിഡൻഡൻസി ഉപയോഗിക്കാം. RAID 0 എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ഓപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ RAID 5 എന്ന് പറയുന്നത് സ്ട്രിപ്പിംഗ് ആൻഡ് പ്രയോറിറ്റി, ഈ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് RAID 5 എന്നത്. ഡിഫറെൻറ്റ് RAID ടെക്നിക്സും ഉണ്ട്. ഈ ടെക്നിക്സ് അല്ലെങ്കിൽ RAID അറേസിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അതിൻ്റെതായ സപ്പോർട്ടിങ് ഇൻ്റർഫേസ് കാർഡ്സ് നമുക്ക് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ദെൻ സപ്പോർട്ട്സ് സാറ്റ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. NVMe, SSCI ഓർ RAID കോൺഫിഗറേഷൻസ് എന്ന് പറയും. ഇതിൽ NVMe എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് എന്ന് പറയും. നമ്മളുടെ SSD ഹാർഡ് ഡിസ്കിലെ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻ്റർഫേസിങ് കാർഡാണ് നമ്മളുടെ NVMe എന്ന് പറയുന്നത്. ഓക്കെ, സോ SSDയിൽ നിന്ന് ഡാറ്റ ഫാസ്റ്റായിട്ട് സ്പീഡ് ചെയ്യുക, ലോ ലാറ്റൻസി, പാരലൽ പ്രോസസ്സിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർഫേസിങ് കാർഡ്സ് ആണ് NVMe എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു റിമെമ്പർ ദ നെയിം ആൻഡ് ഇറ്റ്സ് പർപ്പസ്. എക്സാമ്പിൾ PCI Express, NVMe, SSD അഡാപ്റ്റർ, RAID കൺട്രോളർ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദെൻ അഞ്ചാമത്തെ ഇൻ്റർഫേസിങ് കാർഡ്സ് നമുക്ക് പറയാൻ പറ്റും TV ട്യൂണർ കാർഡാണ്. നൗഡേയ്സ് ഇറ്റ്സ് നോട്ട് കോമൺ, എന്നാലും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഇൻ്റർഫേസ് കാർഡ്സ് ആണ് TV ട്യൂണർ കാർഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ടെലിവിഷൻ സാറ്റലൈറ്റ് റിസീവറോ അല്ലെങ്കിൽ നോർമൽ റിസീവറോ അതിൽ നിന്നുള്ള ഓഡിയോ വീഡിയോ സിഗ്നൽസിന്, ടെലിവിഷൻ സിഗ്നൽസിന് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് കാർഡ്സ് ആണ് TV ട്യൂണർ കാർഡ് എന്ന് പറയുന്നത്. സപ്പോർട്ട്സ് കേബിൾ, സാറ്റലൈറ്റ്സ്, ഡിജിറ്റൽ TV എക്സെട്ര ഇങ്ങനെയുള്ള ഫോർമാറ്റ്സിലൊക്കെ നമുക്ക് നമ്മുടെ ടെലിവിഷൻ റിലേറ്റഡ് സിഗ്നൽസിന് നമുക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസ് കാർഡ്സ് ആയിട്ട് പറയാൻ പറ്റുക ക്യാപ്ചർ കാർഡാണ്. റെക്കോർഡ്സ് വീഡിയോ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്, ഗെയിമിംഗ് കൺസോൾസ്, ക്യാമറാസ്, ഒരു TV ബ്രോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഒരു വീഡിയോ പ്ലെയറിൽ നിന്ന് റൺ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ക്യാപ്ചർ കാർഡ് ഉള്ളതുകൊണ്ടാണ്. സോ വീഡിയോ പ്രോസസ്സിംഗ് ആൻഡ് റെക്കോർഡിങ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് കാർഡാണ് വീഡിയോ കാർഡ് എന്ന് പറയുന്നത്. വീഡിയോ സ്ട്രീമിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ക്രിയേഷൻസ് ആൻഡ് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്, അതിലൊക്കെ നമുക്ക് വീഡിയോ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ദെൻ USB എക്സ്പാൻഷൻ കാർഡ്, അടുത്തൊരു ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് USB എക്സ്പാൻഷൻ കാർഡാണ്. അഡീഷണൽ USB പോർട്ട്സിലെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അനുസരണം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണ് USB എക്സ്പാൻഷൻ കാർഡ്. USB 3, USB-C ആൻഡ് ഡിഫറെൻറ്റ് തണ്ടർബോൾട്ട് ഇൻ്റർഫേസസ്, ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പാൻഷൻ സ്ലോട്ട്സിൽ പറയാൻ പറ്റുന്നതാണ്. ദെൻ സീരിയൽ ആൻഡ് പാരലൽ പോർട്ട്സ്, കമ്പ്യൂട്ടറിലുള്ള ഡിഫറെൻറ്റ് പോർട്ട്സ് ആണ്. പോർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി, സീരിയൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വേ ത്രൂ ആണ് നമ്മളുടെ പോർട്ട് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് RS-232. RS എന്ന് പറയുന്നത് റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് 232 എന്ന് പറയുന്നത് സീരിയൽ പാരലൽ പോർട്ട്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ലെഗസി കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ്, നമ്മൾ
ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ ഡിവൈസിന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ഇൻ മാത്രമാണ് ഈ ഒരു പോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റർഫേസ് കാർഡ്സിൽ പറയാൻ പറ്റും. നെക്സ്റ്റ്, ബസ്. എന്താണ് ഒരു ബസ് എന്ന് പറയുന്നത്? സോ ബസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ബസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മദർ ബോർഡിൽ അല്ലെങ്കിൽ CPU ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സറിലേക്ക് നമ്മൾ ഡാറ്റ കടത്തിവിടുന്ന ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസാണ് നമ്മളുടെ ബസ് എന്ന് പറയുന്നത്. Okay, so bus is a physical connection that transfers data from one location into another in a computer system. Okay, so നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾക്ക് CPU നിന്ന് വരുന്ന മെമ്മറിയുടെ അഡ്രസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് അഡ്രസ് ബസ് ഉണ്ടായിരിക്കും. ഓക്കെ, CPU നിന്നുള്ള ഡാറ്റയെ എക്സ്റ്റേണൽ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി യൂണിറ്റിലേക്കൊക്കെ കടത്തിവിടാനായിട്ട് നമുക്ക് ഡാറ്റ ബസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് കൺട്രോളിങ് സിഗ്നൽസ് തമ്മിൽ CPU കൺട്രോൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന ഡിഫറെൻറ്റ് കൺട്രോളിങ് സിഗ്നൽസ് കടത്തിവിടാനായിട്ട് നമുക്ക് കൺട്രോൾ ബസ് ഉണ്ടായിരിക്കും. സോ ഈ 3 കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്. ഇതാണ് ഒരു അഡ്രസ് ബസ്, ഒരു ഡാറ്റ ബസ്, ഒരു കൺട്രോൾ ബസ്. ഈ ഗ്രൂപ്പ് ഓഫ് ലൈൻസിനാണ് നമ്മൾ ജനറലി വിളിക്കുന്നത് ബസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ ഒപ്റ്റിക്കൽ കണ്ടക്ടേഴ്സ്. ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. നവഡേയ്സ് ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ. സോ നമ്മൾ മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ മദർ ബോർഡിൽ വളരെ തിന്നായിട്ടുള്ള കുറേ നമ്പർ ഓഫ് വയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകുന്നത് കാണാം. ഓക്കെ, അതിനെയാണ് ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് കണ്ടക്റ്റിംഗ് ചാനൽ, കണ്ടക്റ്റിംഗ് പാത്ത്, അതിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബസ്. ബസ് ഫെസിലിറ്റേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയെ ഇൻസ്ട്രക്ഷൻസിന്, അഡ്രസ്സിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ബസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മൗണ്ടഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU, മെമ്മറി ആൻഡ് IO ഡിവൈസസ്. IO മൊഡ്യൂൾസ്, നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾസ് ആയിട്ടും മെമ്മറി ആയിട്ടും CPU ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ബസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻറ്റേർണൽ, നമ്മുടെ പ്രോസസ്സിൻ്റെ അകത്ത് ഒരു ബസ് ഉണ്ടായിരിക്കും. ഓർ എക്സ്റ്റേണൽ, കണക്ടിങ് ദ പെരിഫറൽ ആൻഡ് മെമ്മറി, നമ്മളുടെ എക്സ്റ്റേണൽ ഡിവൈസിലും എന്നതായിരിക്കും ഒരു ബസ്. സോ ഇവിടുത്തെ അഡ്രസ് ബസ് ഉണ്ടായിരിക്കും, ഇവിടുത്തെ അഡ്രസ് ബസ്. അത് നമ്മൾ കണക്ട് നമ്മൾ മാനുവലി ചെയ്യേണ്ടി വരും. ബോർഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ CPU അകത്ത് ഡാറ്റ ബസ് ഉണ്ടായിരിക്കും. അത് എക്സ്റ്റേണൽ കണക്ഷൻസിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ പിന്നായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതും നമ്മളുടെ എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ഡാറ്റ ബസ്സും തമ്മിൽ നമ്മൾക്ക് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് നമ്മളുടെ ബസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. യൂസ് ഓഫ് എ ബസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് ഡാറ്റ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. ഡാറ്റ ട്രാൻസ്ഫർ വിത്തിൻ ദ CPU ഡിഫറെൻറ്റ് പാർട്സിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ബസ്സിന് അല്ലെങ്കിൽ അഡ്രസ് ബസ്സിന് ആവശ്യം വരും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി യൂണിറ്റും CPU തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായ അഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാമിൻ്റെ അഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ബസ്സസ് യൂസ് ചെയ്യേണ്ടി വരും. Then peripheral communications, the links to external devices, keyboard connect ചെയ്യുക, external keyboard connect ചെയ്യുക, external mouse connect ചെയ്യുക, external SSD connect ചെയ്യുക, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കണക്ട് ചെയ്യുക. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ പ്രൊവൈഡിങ് ഈ എക്സ്റ്റേണൽ കണക്ട് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ബസ്സും നമ്മളുടെ CPU സിസ്റ്റം ബസ്സും തമ്മിൽ ഫിസിക്കലി കണക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഡാറ്റ വന്നിട്ട് നമ്മളുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ CPU ബസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആയിക്കോളും. The network communications can extend over hundreds of feet to connect multiple computers in the network. So നമ്മൾക്ക് ഒരു PC ഉണ്ടായിരിക്കും, ഇവിടെ വേറൊരു PC ഉണ്ടായിരിക്കും. ഈ PC to PC ഇവർ തമ്മിൽ ഒരു നെറ്റ്വർക്ക്സ്, ലാൻഡ് നെറ്റ്വർക്ക്, വാൻ നെറ്റ്വർക്ക്, മാൻ നെറ്റ്വർക്ക്, ഇന്റർ നെറ്റ്വർക്ക് തുടങ്ങിയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെറ്റ്വർക്ക് കൺട്രോൾ കാർഡ്സ് ഉണ്ടായിരിക്കും. ഈ കാർഡ്സ് വഴിയാണ് നമ്മൾ ഇന്റർ കണക്ഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ കാർഡും നമ്മളുടെ മൈക്രോ പ്രോസസറിൻ്റെ അല്ലെങ്കിൽ CPU മദർ ബോർഡിൻ്റെ ബസ്സുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് ഒരു ഡിവൈസിലൂടെ ഡാറ്റ മറ്റൊരു ഡിവൈസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉള്ളതുകൊണ്ടാണ്. ദെൻ ബസ് കമ്പോണൻസ്, ലൈൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്മളുടെ ബസ്സിൽ സിസ്റ്റം ബസ്സിലുള്ള എന്തൊക്കെ ലൈൻസ് ആണുള്ളത്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്താണ്, ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഈച്ച് കണ്ടക്ടർ ഈസ് ബസ് ഇൻ നോൺ ആസ് എ ലൈൻ വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. സോ നമ്മളുടെ ബസ്സിലുള്ള ഓരോ കണ്ടക്ടേഴ്സും
നമ്മളുടെ കണ്ടക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ ബസ്സിലുള്ള ഓരോ കണ്ടക്ടിങ് ലൈൻസും തന്നെ നമ്മൾ ലൈൻ എന്ന് വിളിക്കും. അത് ബേസിക്കലി 4 ടൈപ്പിലാണ് നമ്മളുടെ ബസ്സിൽ ഉണ്ടാവും. 4 ടൈപ്പായിട്ട് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ഡാറ്റ ലൈൻസ് ക്യാരി ആക്ച്വൽ ഡാറ്റ ബീയിങ് ട്രാൻസ്ഫേർഡ്. നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസിലെ ഡാറ്റയും മദർ ബോർഡിൻ്റെ ഡാറ്റയും. ഓക്കെ, സോ അതിൻ്റെ ഡാറ്റ ലൈൻസ് അല്ലെങ്കിൽ ഡാറ്റ ബസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്പർ ഓഫ് ഡാറ്റ ലൈൻസ് ഡിറ്റർമൈൻസ് ദ ബസ് വിഡ്ത്ത്. സോ 32 ബിറ്റ് പ്രോസസർ ആണെങ്കിൽ 32 ഡാറ്റ ലൈൻസ് ആയിരിക്കും. 64 ബിറ്റ് പ്രോസസർ ആണെങ്കിൽ 64 ഡാറ്റ ലൈൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുക. ദെൻ അടുത്ത കാറ്റഗറി വരുന്ന അഡ്രസ് ലൈൻസ് ആണ്. സ്പെസിഫൈ ദ മെമ്മറി ലൊക്കേഷൻ ഓർ IO ഡിവൈസ് വേർ ദ ഡാറ്റ ഈസ് ബീങ് സെൻഡ് ഓർ റിസീവ്ഡ്. നമ്മൾ CPU ഇറ്റ്സ് നീഡ്സ് അറ്റൻഷൻ ഓഫ് എ മെമ്മറി. സോ നമ്മൾ മെമ്മറിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPU ആദ്യം ചെയ്യുന്നത് അഡ്രസ് ലൈൻസ് ആയിരിക്കും, അഡ്രസ് ഡാറ്റ ആയിരിക്കും. ഈ അഡ്രസ് ഡാറ്റയെ മെമ്മറിയിലേക്ക് നമുക്ക് മാപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ 2000 എന്ന് പറയുന്ന മെമ്മറിയിൽ നിന്നാണ് പ്രോസസറിൻ്റെ ഡാറ്റ വേണമെങ്കിൽ ആ 2000 എന്ന് പറയുന്ന അഡ്രസ്സ് മെമ്മറിയുടെ അഡ്രസ് ലൈൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് സോ 2000 എന്ന് പറയുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് അഡ്രസ് ലൈൻസ് എന്ന് പറയുന്നത്. യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് MER, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. CPUവിൻ്റെ അകത്തുള്ള ഡാറ്റയെ അഡ്രസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് MER എന്ന് പറയുന്നത്. MERൻ്റെ കണ്ടന്റ് നമ്മളുടെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മളുടെ അഡ്രസ് ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ ബസ് എന്ന് പറയുന്ന കൺട്രോൾ ലൈൻസ് ആണ്. ഇറ്റ്സ് പ്രൊവൈഡ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ഫോർ സിങ്ക്രോണൈസേഷൻ. ഡിഫറെൻറ്റ് കൺട്രോളിങ് സിഗ്നൽസ് ഉണ്ട്. മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ആണോ ചെയ്യുന്നത്, മെമ്മറിയിൽ ഡാറ്റ റൈറ്റ് ആണോ ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് IO കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുന്ന കൺട്രോളിങ് ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. ഇതെല്ലാം കൂടിയിട്ട് പ്രോസസറിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്ന സിഗ്നൽസ്, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വിളിക്കുന്ന ബസ്സിനെയാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്നത്. സ്പെസിഫൈ വെദർ എ ട്രാൻസ്ഫർ ഈസ് ദ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ, എൻഷുർ പ്രോപ്പർ ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ ദ കമ്പോണൻസ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സിങ്ക്രണൈസൈസ് ആയിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്ത ഡാറ്റ റിസീവ് ചെയ്തതിന് ശേഷം അടുത്ത ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ലോസ് ഉണ്ടാകാതെ ഒരു സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് സിങ്ക്രണൈസേഷനിലായിരിക്കും നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്നത്. സോ നാലാമത്തെ സെറ്റിൽ വരുന്ന ലൈൻസ് ആണ് പവർ ലൈൻസ്. ദീസ് ആർ ജസ്റ്റ് പവർ ലൈൻസ്, പവർ ടു മൊഡ്യൂൾസ്. നമ്മളുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് ഡിവൈസിനെ എനർജൈസ് ചെയ്യുന്നതിന് വേണ്ടി പവർ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പവർ ലൈൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ സം ബസ്സസ് ഓൾസോ യൂസ് പവർ ലൈൻസ് ടു ഡ്രൈവ് ആക്റ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഓരോന്നിലും ഓരോ ഇൻ്റർഫേസിങ് കാർഡ്സ് ഉണ്ടായിരിക്കും. ഈ കാർഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നതിന് പവർ വേണ്ടി വരും. ഈ രണ്ട് ഡിവൈസും ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ പവർ റെയിൽ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ CPU അല്ലെങ്കിൽ മദർ ബോർഡ്, എക്സ്റ്റേണൽ യൂണിറ്റ്സ്, മെമ്മറി, എക്സ്ട്രാ, ഇതെല്ലാം കൂടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കോമൺ പവർ ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഓരോന്നിനും ഇൻഡിവിജ്വൽ പവർ ആയിരിക്കില്ല, കോമൺ പവർ ലൈൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ലൈൻസ് അതിനെല്ലാം നമ്മൾ പവർ ലൈൻസ് വെച്ച് ഇങ്ങനെ 4 ലൈൻസ് ആണ്, 4 സിഗ്നലിംഗ് ഗ്രൂപ്പ്സ് ആണ് നമ്മളുടെ ബസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then characteristics of bus: number of conductors. A bus consists of multiple wires or optical conductors. Number of conductors affects data width and the throughput of the bus. നമ്മളുടെ ഡാറ്റ സൈസ് 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ, അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബസ്സിലുള്ള നമ്പർ ഓഫ് ലൈൻസ് ആണ്. ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി അത് നമ്മൾ അഡ്രസ് ലൈൻ, ഓഫ് കോഴ്സ് അഡ്രസ് ലൈൻസ് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി ഇരിക്കുക. സോ ഡാറ്റ സൈസ് എന്ന് പറയുന്നത് ഡാറ്റ ബസ്സിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും. ദെൻ ത്രൂപുട്ട് മെഷേഴ്സ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. നമ്മളുടെ ഡാറ്റ ബസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ റേറ്റ് അതിനെയാണ് നമ്മൾ ബിറ്റ്സ് പെർ സെക്കൻഡിൽ പറയാം. നവഡേ ഇറ്റ് ഈസ് ഇൻ കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്, MB പെർ സെക്കൻഡ്, ഇതിലൊക്കെ നമ്മൾ പറയാം. ഡിറ്റർമൈൻസ് ഹൗ ഫാസ്റ്റ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ദ ബസ്. ഓക്കെ, അത് അറിയാവുന്നതാണ്. എത്ര സ്പീഡിൽ നമുക്ക് ആക്ഷൻ ഡിവൈസിൽ നിന്ന് CPU-യിലേക്ക് അല്ലെങ്കിൽ മദർ ബോർഡിലേക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. Data width, number of bits, the number size of the data bus, 8 bit or 16 bit, 32 bit, already discussed that. Number and a type of attachment determines how many devices can be connected. ഓരോന്നിലേക്ക് നമുക്ക് എത്ര ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ പെരിഫറൽസ് വൈൽ അതേഴ്സ് ആർ ഇൻഡിക്കേറ്റഡ് ടു എ സിംഗിൾ ഫങ്ഷൻസ്. ചില ബസ്സുകൾ ഇപ്പം SSDക്കുള്ള പോർട്ടാണെങ്കിൽ SSD മാത്രം ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് എന്തും കണക്ട് ചെയ്യാവുന്നത് സീരിയൽ കോമ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എക്സ്റ്റേണൽ മദർ ബോർഡ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൗസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു കോമൺ പർപ്പസിലുള്ള ബസ്സസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബസ് ഉണ്ടായിരിക്കും.
Purpose of the bus. Some buses are designed for memory access, others are for input-output devices, others for network communications. Or depends upon the type of the bus. നമ്മൾ ഓരോന്നും ഓരോ രീതിയിലായിരിക്കും sorry, ചെയ്തു വെച്ചിരിക്കുന്നത്. അഡ്രസ്സിംഗ് കപ്പാസിറ്റി ഡിറ്റർമൈൻസ് ഹൗ മെനി മെമ്മറി ലൊക്കേഷൻസ് ക്യാൻ ബി. അപ്പോൾ ഒറ്റ ലൈൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതുപോലെ 2 മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 2 ലൈൻസ് ആണെങ്കിൽ 4 മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 1 2 3 4. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ അഡ്രസ് ലൈൻസ് ഡിറ്റർമൈൻസ് ഹൗ മെനി ഇൻഡിവിജ്വൽ മെമ്മറി ക്യാൻ ബി അഡ്രസ്ഡ്. ഹയർ അഡ്രസ്സിംഗ് കപ്പാസിറ്റി മീൻസ് ദ ബസ് ക്യാൻ സപ്പോർട്ട് ലാർജർ മെമ്മറി സൈസ് ആൻഡ് മോർ പെരിഫറൻസ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ആണത്. Then bus types and configurations, bus lines usage. Except for power lines, all bus lines can be used for in different ways. A line may serve as a dedicated purpose or be multiplexed to carry different types of data at different types. അത് പറഞ്ഞതാണ്. ഡെഡിക്കേറ്റഡ് സ്പെസിഫിക് ബിറ്റ് ഓഫ് അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലക്സിങ് കൊടുത്ത് ഒരു ടൈം ഫ്രെയിമിൽ ഡിവൈസ് നമ്പർ 1, അടുത്ത ടൈം ഫ്രെയിമിൽ സെക്കൻഡ് ഡിവൈസ്, എക്സ്റ്റേണൽ ഡിവൈസ് 2, എക്സ്റ്റേണൽ ഡിവൈസ് 1. ഒരു ടൈമിൽ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, കുറച്ച് ഡ്യൂറേഷനിൽ എക്സ്റ്റേണൽ ഡിവൈസ് 1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതർ ഡ്യൂറേഷനിൽ എക്സ്റ്റേണൽ ഡിവൈസ് 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. സിംഗിൾ ലൈൻ ഫസ്റ്റ് ക്യാരി ആൻ അഡ്രസ് ദെൻ കൺട്രോൾ സിഗ്നൽസ്. അതായത് ചില ഓൾഡൻ ഡേയ്സിലെ പ്രോസസ്സർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പിൻസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 8085 എന്ന് പറയുന്ന ഫസ്റ്റ് ഇനീഷ്യൽ ജനറേഷനിലുള്ള മൈക്രോ പ്രോസസ്സറാണ്. അതിൻ്റെ അകത്ത് അഡ്രസ്സിന് വേണ്ടിയിട്ടും ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും സെയിം ലൈൻസാണ് യൂസ് ചെയ്തത്. അഡ്രസ് ബസ്, പാർട്ട് ഓഫ് ദ അഡ്രസ്സും ഡാറ്റ ബസ്സും ഒരു കോമൺ ലൈൻസാണ് യൂസ് ചെയ്തത്. അതായത് കുറച്ച് സമയത്തേക്ക് അഡ്രസ്സ് ആയിരിക്കും, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം ഒരു ഫ്യൂ മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ നാനോ സെക്കൻഡ് കഴിയുമ്പോൾ അത് ഡാറ്റ ബസ്സായിട്ട് ബിഹേവ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് മൾട്ടിപ്ലക്സിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ബസ്സുകളിൽ തന്നെ പാരലൽ ബസ്സുണ്ട്, സീരിയൽ ബസ്സുണ്ട്. ഓൾറെഡി ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ്. കാറ്റഗറി ടു പാരലൽ ബസ് ആൻഡ് സീരിയൽ ബസ് ബേസ്ഡ് ഓൺ ഡാറ്റ ട്രാൻസ്മിഷൻ. പാരലൽ ബസ് ആണെങ്കിൽ നമ്മളുടെ മൈക്രോ പ്രോസസ്സറിൽ അല്ലെങ്കിൽ CPUലുള്ള ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽ ലൈൻസ് ആയിരിക്കും. അതുപോലെ IO ഡിവൈസിലും കറസ്പോണ്ടിങ് ഇൻഡിവിജ്വൽ ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിയർ ടു പിയർ കണക്ഷൻസ് ആയിരിക്കും. ഓരോന്നും കറസ്പോണ്ടിങ് ലൈൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ പാരലൽ ബസ് എന്ന് പറയുന്നത്. പാരലൽ ബസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു സെൻഡ് ദാറ്റ് എൻ്റെ ഡാറ്റ. അതായത് ഒരൊറ്റ സെക്കൻഡിൽ ഒരു 1 സെക്കൻഡ്സ് തന്നെ ഈ ഡാറ്റ എന്താണ് നമ്മളിവിടെയുള്ള ബിറ്റ് ഡാറ്റ, ആ ബിറ്റ് ഡാറ്റ അപ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് പാരലൽ ബസ് എന്ന് പറയുന്നത്. ഓൾ ബിറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് സൈമൾട്ടേനിയസ്ലി. അതാണ് പാരലൽ ബിറ്റ്സ്. 64-bit ഡാറ്റ ബസ്, 13-bit അഡ്രസ് ബസ് റിക്വയർസ് 96 അഡ്രസ് ലൈൻസ്. അതായത് ഓരോന്നിനും ഇൻഡിവിജ്വൽ ലൈൻസ് ഉള്ളത് കൊണ്ട് നമ്മളുടെ പെരിഫറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂണിറ്റ്സിലേക്ക് അത്രയും നമ്പർ ഓഫ് ഡാറ്റ ലൈൻസും അല്ലെങ്കിൽ അഡ്രസ് ലൈൻസും നമ്മൾ ഫിസിക്കലി പ്രൊവൈഡ് ചെയ്തേ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് CPUവിന് അത്രയും മാത്രം പിൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡാറ്റ ബസ്സിനും അഡ്രസ് ലൈൻസിനും വേണ്ടി വരും. ഓക്കെ, ബാക്കി കുറേ ലൈൻസ് ഇപ്പോൾ CPUവിൻ്റെ സൈസ് ഡയമെൻഷനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. പാരലൽ ബസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സറിൽ ഓൾമോസ്റ്റ് പ്രോബബ്ലി ഇതൊരു പാരലൽ അഡ്രസ് ലൈൻസും ഡാറ്റ ലൈൻസും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അഡ്വാൻറ്റേജസ് ഹൈ ത്രൂപുട്ട്, നമുക്ക് സെയിം ടൈമിൽ കംപ്ലീറ്റ് ഡാറ്റ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റും. സ്യൂട്ടബിൾ ഫോർ ഇൻറ്റേർണൽ CPU ഓപ്പറേഷൻസ് വെൻ സ്പീഡ് ഈസ് ക്രൂഷ്യൽ. മൈക്രോ പ്രോസസറിൻ്റെ ഓപ്പറേഷൻസ് മൈക്രോ പ്രോസസർ സപ്പോർട്ട് ചെയ്യുന്നത് പാരലൽ ബസ്സസ് ആയിരിക്കും. സീരിയൽ ബസ് വഴി ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ബിറ്റ് വരും, പിന്നെ രണ്ടാമത്തെ ബിറ്റ് വരും, മൂന്നാമത്തെ ബിറ്റ് വരും. ഇങ്ങനെ കഴിയുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ യൂണിറ്റ് ടൈമിലായിരിക്കും ഒരു വേർഡിന് അല്ലെങ്കിൽ ഒരു ബൈറ്റിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും, ലാർജ് കണക്ഷൻസ് ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് കൂടുതലായിരിക്കും. സെയിം ടൈമിൽ ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എല്ലാം അടുത്തടുത്ത ലൈൻസ് ആയതുകൊണ്ട് ഇവിടെയുള്ള സിഗ്നൽ വേരിയേഷൻസ് ഇവിടെയുള്ള സിഗ്നൽസിനെ അഫക്റ്റ് ചെയ്യും. അതിനാണ് സിഗ്നൽ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്.
സോ അങ്ങനെയുള്ള ഇന്റർഫിയറൻസിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്തിട്ട് ഡാറ്റ ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെല്ലാം ക്യാൻസൽ ചെയ്യുന്ന അഡീഷണൽ സർക്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ദെൻ സ്ക്യൂ എഫക്ട്, ഡിഫറെന്റ് സിഗ്നൽസ് മേ അറൈവ് അറ്റ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ടൈംസ് കോസിംഗ് ഡാറ്റ കറപ്ഷൻസ്. അതായത് നമ്മളുടെ യൂണിറ്റ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഈവൻ വിത്തിൻ ദ ബോർഡ് ഇവിടെ നമ്മൾ 0 സെൻഡ് ചെയ്തു, 1 സെൻഡ് ചെയ്തു, 0 സെൻഡ് ചെയ്തു. ഓക്കെ, ഈ 0 ഇവിടെ കിട്ടുന്നു, ഇവിടെ 1 കിട്ടുന്നു. പക്ഷേ 0 വന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ 1 വരിക. സോ അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന 0 ആണെങ്കിൽ റീഡ് ചെയ്യുന്ന ഇന്റർപ്രിറ്റേഷനിൽ 1നെ 0 ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെയാണ് സ്ക്യൂ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡാറ്റ കറപ്റ്റഡ് ആയി പോകാം. ഇവിടെ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്നത് 01, 0 വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ് ഈസ് റീഡിങ് എ 00 ആൻഡ് റിമൈനിങ്. സോ 1 എന്ന് പറയുന്ന 0 ആയിട്ടുള്ള ഇന്റർപ്രറ്റ് ചെയ്തു. അതിനെയാണ് സ്ക്യൂ എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു ബസ്സാണ് സീരിയൽ ബസ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് ട്രാൻസ്ഫർഡ് സീക്വൻഷ്യലി 1 ബിറ്റ് അറ്റ് എ ടൈം യൂസിങ് എ സിംഗിൾ ഡാറ്റ ലൈൻ. സോ ഇവിടെ നമ്മൾക്ക് നമ്പർ ഓഫ് പിൻസ് ലിമിറ്റേഷൻസ് നമുക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും. സിംഗിൾ ലൈൻ ആയിരിക്കും നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ബിറ്റിന് സെൻഡ് ചെയ്തു, ദെൻ അത് റിസീവ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബിറ്റിന് സെൻഡ് ചെയ്തു, ദെൻ തേർഡ് ബിറ്റിന് സെൻഡ് ചെയ്തു, ദെൻ ഫോർത്ത് ബിറ്റിന് സെൻഡ് ചെയ്തു. സോ കുറേ സമയം എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയുള്ളതിനെയാണ് സീരിയൽ ബസ് എന്ന് പറയുന്നത്. മോഡേൺ സീരിയൽ ബസ് ഔട്ട് പെർഫോംസ് പാരലൽ ബസ്സസ് ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഹൈ സ്പീഡ് ടെക്നോളജി. പാരലൽ ബസ്സിൻ്റെ അതേപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സീരിയൽ ബസ്സും മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് റിക്വയർസ് ഫ്യൂവർ വയേഴ്സ്, റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് കോംപ്ലക്സിറ്റി, ലെസ് ഇന്റർഫിയറൻസ്. നമ്മൾ പാരലൽ ബസ്സിൽ പറഞ്ഞ എല്ലാ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റും. ഈസിയർ ടു ഇംപ്ലിമെന്റ് യൂസിങ് ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. ലോവർ റോ ഡാറ്റ ത്രൂ പുട്ട് താൻ പാരലൽ ബസ്. നമ്മൾ പാരലൽ ബസ്സിലാണെങ്കിൽ സെയിം ടൈമിലെല്ലാം ഒരുമിച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഓരോന്നായതുകൊണ്ട് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ആയതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾക്ക് പാരലൽ ബസ്സിനേക്കാളും കുറഞ്ഞ ഇൻ ജനറൽ പാരലൽ ബസ്സിനേക്കാളും വളരെ പെർഫോമൻസ് മോശമായിട്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. ദെൻ ബസ് ഡയറക്ഷനാലിറ്റി. ബസ്സിൻ്റെ നേച്ചർ അനുസരിച്ച്, കമ്മ്യൂണിക്കേഷൻ നേച്ചർ അനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. സിംപ്ലക്സ് ബസ്, ഡാറ്റ ഫ്ലോസ് ഇൻ 1 ഡയറക്ഷൻ. സിംപ്ലക്സ് ബസ് എന്ന് പറയുന്ന ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്നു. അതായത് നമുക്കിവിടെ ഒരു കീബോർഡ് ഉണ്ട്. കീബോർഡിൽ നിന്ന് എപ്പോഴും ഡാറ്റ മദർ ബോർഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. മദർ ബോർഡിൽ നിന്ന് ഡാറ്റ നമുക്ക് കീബോർഡിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിംപ്ലക്സ് ബസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബോർഡ് ബസ് സെൻഡിങ് ഡാറ്റ ഫ്രം ദ കീബോർഡ് ടു ദ കമ്പ്യൂട്ടർ. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത് ബോത്ത് ഡയറക്ഷനിലും പറ്റും, ബട്ട് ഓൺലി 1 ഡയറക്ഷൻ അറ്റ് എ ടൈം. അതായത് ആദ്യം ഇവർ ഡിവൈസ് നമ്പർ 1 ആൻഡ് സി പി യുവിൻ്റെ ഡിവൈസിലേക്ക് നമുക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡിവൈസ് സി പി യിലേക്കും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. സോ 2 സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ പറ്റും. ബട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത സെക്കൻഡ് റിവേഴ്സ് ഡയറക്റ്റിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. ഹാഫ് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഈതർനെറ്റ് നെറ്റ്വർക്ക്സ് എക്സെട്ര ഇതൊക്കെ. ദെൻ ഫുൾ ഡ്യൂപ്ലക്സ്, ബോത്ത് ഡയറക്ഷനിലും സൈമിൾട്ടേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മോഡേൺ നെറ്റ്വർക്ക് കണക്ഷൻസ് USB 3, ECLE ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നതാണ്. അത് സെയിം ടൈമിൽ രണ്ട് ഡയറക്ഷനിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനാണ് ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. സോ 2 ടൈപ്പ്: സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്. സിംപ്ലക്സിൽ 1 ഡയറക്ഷൻ ഉള്ളി, ഡ്യൂപ്ലക്സിൽ ബോത്ത് ഡയറക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഹാഫ് ഡ്യൂപ്ലക്സിൽ അറ്റ് എ ടൈം സിംഗിൾ ഉള്ളി, ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ് സെയിം ടൈം ഇൻ ബോത്ത് ഡയറക്ഷൻ. ദെൻ പോയിന്റ് ടു പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് ബസ്സസ്, ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പോയിന്റ് ടു പോയിന്റ് ബസ് എന്ന് പറയുന്നത് കണക്ട്സ് ഓൺലി 2 ഡിവൈസസ്, ഡെഡിക്കേറ്റ് ചെയ്ത് CPU ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസസ്. ഇത് നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ചാനൽ മാത്രം. ഓക്കെ, അതിലൂടെ അവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അതിനെയാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് ബസ്സസ് എന്ന് പറയുന്നത്. USB കേബിൾ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് എ പ്രിന്റർ, PCLE ലൈൻസ് ബിറ്റ്വീൻ CPU ആൻഡ് GPU, ഇതൊക്കെ പോയിന്റ് ടു പോയിന്റ് ബസ്സാണ്. അത് അതിന് വേണ്ടി മാത്രം മീൻ ചെയ്തിട്ടുള്ളതാണ്. അതിൽ കൂടെ വേറെ നമുക്കൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പോർട്സ് സച്ച് ആസ് USB, ഫയർവയർ, ഈതർനെറ്റ് ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് പോയിന്റ് പോയിന്റ് ബസ് കമ്മ്യൂണിക്കേഷൻസ്. ഇതാണ് സീരിയൽ പോർട്ട് ടു മോഡം അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് LU. ഇതൊക്കെ ഫിക്സ്ഡ് ആണ്. വേറെ ഒരു കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ബസ്സിനെയാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടി പോയിന്റ് ബസ് എന്ന് പറയുന്നത് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസസ് ഓൺ എ സിംഗിൾ ബസ്. ഒരൊറ്റ ബസ്സിൽ കൂടി മൾട്ടിപ്പിൾ ഡിവൈസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വയർലെസ് ലാൻഡ് നെറ്റ്വർക്സിലൊക്കെ കണക്ട് ചെയ്യുന്നത് പോലെ. സോ കമ്പ്യൂട്ടർ നമ്പർ 1, 2, 3, 4 ഇവരെല്ലാം ഷെയർ ഡാറ്റ ക്യാൻ ബി ഷെയർഡ് യൂസിങ് ദ സെയിം ബസ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. CPU, memory, disk controller, video controller, whatever other devices, buses, all are connected
ത്രൂ എ കോമൺ ബസ്. അതിനാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് ബസ് എന്ന് പറയുന്നത്. സിഗ്നൽസ് ഫ്രം എ സോഴ്സ് ആർ ബ്രോഡ്കാസ്റ്റഡ് ഇൻ ടു ഓൾ കണക്റ്റഡ് ഡിവൈസസ് റിക്വയർസ് അഡ്രസ്സിംഗ് സിഗ്നൽസ് ടു ഐഡന്റിഫൈ ദ കറക്റ്റ് റെസിപ്പിയന്റ്. സോ ഏതൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഓരോ ഡിവൈസിനും ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. ആ അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് റിക്വയർഡ് പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫേംവെയർ ആൻഡ് ബൂട്ട് പ്രോസസ് ആണ്. എന്താണ് ഫേംവെയർ അല്ലെങ്കിൽ ബൂട്ട് പ്രോസസ് എന്ന് പറയുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. Okay. So firmware is a type of low-level software that is embedded in computing hardware to control its basic functions. ഓരോ കമ്പ്യൂട്ടിംഗ് യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പ്യൂട്ടർ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ കൺസ്യൂമർ ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒരു വാഷിംഗ് മെഷീൻ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് നോക്കാം. ആ മൊബൈൽസിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബയോസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, സോ ഇത് ആ കമ്പ്യൂട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതിൻ്റെ ഹാർഡ്വെയർസ് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏതൊക്കെയാണ്, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൂട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പെർമനൻറ്റ് മെമ്മറിയിലുള്ള ഇറേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ ഫേംവെയർ എന്ന് പറയുന്നത്. സോ അൺലൈക്ക് ട്രഡീഷണൽ സോഫ്റ്റ്വെയർ, ഫേംവെയർ ഈസ് സ്റ്റോർഡ് ഇൻ നോൺ വോളറ്റൈൽ മെമ്മറി. റോമിലായിരിക്കാം, ഫ്ലാഷിലായിരിക്കാം, അല്ലെങ്കിൽ EEPROM-ലായിരിക്കാം, ആൻഡ് റിമെയിൻസ് ഇൻ പ്ലേസ് വെൻ ദ പവർ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ്. ഓക്കെ, സോ പവർ ഷട്ട് ഡൗൺ ചെയ്താലും ആ ഡേറ്റ അവിടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും റീഡ് ചെയ്യാനും അതനുസരിച്ച് വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ എന്ന് പറയുന്നത്. It acts as a bridge between the hardware and software, enabling hardware components to interact with the higher level applications. Characteristics of firmware: persistent storage, stored in non-volatile memory. Okay. Hardware specific and designed for particular hardware components like CPU, GPUs and peripherals. CPU ഡീറ്റെയിൽസ്, CPU മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ GPUസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും അതിൻ്റെതായ ഫേംവെയർസ് ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ഒരു ഡിവൈസ് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഫേംവെയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിൻ്റെ അല്ലെങ്കിൽ ഡിവൈസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫേംവെയറിലുള്ള സെറ്റിങ്സ് നോക്കിയിട്ടാണ്. എസെൻഷ്യൽ ഫോർ ബൂട്ടിംഗ്. നമ്മൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഫേംവെയർ അല്ലെങ്കിൽ അതിൻ്റെ ബയോസ് ഡാറ്റ ഇൻഫർമേഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ടുള്ളത് ബയോസ്, UEFI എന്ന് പറയുന്ന രണ്ട് ടെക്നിക്സ്. ബയോസ്, UEFI നമുക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റബിൾ, സം ഫേംവെയർസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫേംവെയർ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ, എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ, നമ്മളുടെ ആൻഡ്രോയിഡ് ഫയൽ ആയാലും ഐഫോൺ ആയാലും അതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ OS അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അപ്ഡേറ്റബിൾ ഫേംവെയറിൽ വരുന്നതാണ്. ലോ ലെവൽ control directly interacts with the hardware at a lower level than traditional software. ഓരോ ഹാർഡ്വെയർസും നമ്മളുടെ കമ്പ്യൂട്ടിംഗ് യൂണിറ്റിലുള്ള ഹാർഡ്വെയർസിൽ എന്തൊക്കെയാണ്, അതിൻ്റെ സപ്പോർട്ടിങ് ഹാർഡ്വെയർസ് എന്താണ്, ആ ഹാർഡ്വെയർ യൂണിറ്റ്സ് ഓരോന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫേംവെയറിന് സാധിക്കും. ആപ്ലിക്കേഷൻ ലെവൽ സോഫ്റ്റ്വെയർസിനെ അങ്ങനെ പറ്റിക്കൊണ്ടുവന്നില്ല. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേംവെയർസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫേംവെയർസ് ഇൻ കമ്പ്യൂട്ടിംഗ് യൂണിറ്റ്സ്. ദെൻ ഒന്നാമത്തെ, ഐ തിങ്ക് മോസ്റ്റ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ഫേംവെയർ ആണ് ബയോസ് എന്ന് പറയുന്നത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയും. സോ ബയോസ്, കമ്പ്യൂട്ടറിൻ്റെ ബയോസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. ട്രഡീഷണൽ ഫേംവെയർ സ്റ്റോർഡ് ഇൻ റോം ഓർ എ ഫ്ലാഷ് മെമ്മറി ഓൺ മദർ ബോർഡ്സ്. മദർ ബോർഡിൽ തന്നെ ഒരു പ്രോസസ്സറിൻ്റെ തൊട്ടടുത്ത് ഒരു പെർട്ടിക്കുലർ ICയിൽ ബോൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ അല്ല, ഫേംവെയർ സോഫ്റ്റ്വെയർ ആണ് ബയോസ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിൾ ഫോർ ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷൻസ് ആൻഡ് ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ മദർ ബോർഡ് ബൂട്ട് ചെയ്ത് എനർജൈസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് പവർ ഓൺ ചെയ്ത് എവറിത്തിങ് റെഡി ആകാൻ, OS ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ ബയോസിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും. It provides a basic interface between the operating system and hardware. നമ്മൾ ഹാർഡ്വെയർ യൂണിറ്റ്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ബയോസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു റുട്ടീൻ ചെക്കപ്പ് ചെയ്യും. ഓക്കെ, സോ ഇൻറ്റഗ്രിറ്റി ഓഫ് ബൂട്ടിംഗ്. ഓൾഡ് ടെക്നോളജി മോസ്റ്റ്ലി റീപ്ലേസ്ഡ് ബൈ UEFI. ബയോസ് എന്ന് പറയുന്ന ഓൾഡ് ടെക്നോളജിയാണ്. സ്റ്റിൽ നമ്മൾ ബയോസ് എന്ന് തന്നെയാണ് പറയുക, ബട്ട് ടെക്നോളജി ഇൻസൈഡ് വിൽ ബി മോഡിഫൈഡ് ബൈ UEFI എന്ന് പറയുന്ന ബയോസിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് UEFI എന്ന് പറയുന്നത്.
ഓക്കെ, സോ അടുത്ത ഫേംവെയർ എക്സാമ്പിൾ ആണ് UEFI, യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് എന്ന് പറയും. UEFI, അഡ്വാൻസ് റീപ്ലേസ്മെന്റ് ഫോർ ബയോസ് വിത്ത് എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ്, ഗ്രാഫിക്കൽ GUI കാർഡ്, മൗസ് നാവിഗേഷൻസ്, സെക്യൂർ ബൂട്ട് ഫീച്ചേഴ്സ് ടു പ്രൊവൈഡ് അൺഓതറൈസ്ഡ് OS ലോഡിംഗ്, സെക്യൂരിറ്റി ഒക്കെ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ബയോസിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് UEFI എന്ന് പറയുന്നത്. Then embedded firmware found in device like routers, IoT devices, starter applications, smart applications, industrial controllers, അങ്ങനെയുള്ള ഓരോ ഡിവൈസിലും എല്ലാ ഡിവൈസും നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസും അതിൻ്റെ സപ്പോർട്ടിങ് ഫേംവേഴ്സ് ഉണ്ടായിരിക്കും. അത് ആ ഡിവൈസ് തന്നെ എംബഡഡ് ആയിരിക്കും, എക്സ്റ്റേണൽ കണക്ട് ചെയ്യുന്നതല്ല, അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കീബോർഡിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ അകത്ത് കുറച്ച് സെക്ഷൻസ് അതിൻ്റെ ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ് ആണ്, അത് ആണ് ആ കീബോർഡിൻ്റെ എംബഡഡ് ഫേംവെയർ എന്ന് പറയുന്നത്. മാനേജസ് ഡിവൈസ് ഫങ്ഷൻസ് വിത്തൗട്ട് റിക്വയറിംഗ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ഫേംവെയർ സാധിക്കും. യൂഷ്വലി കസ്റ്റമൈസ്ഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഫോർ സ്പെസിഫിക് ആണ്. എക്സാമ്പിൾ റൂട്ടർ ഫേംവെയർ, ടെലിവിഷൻ ഫേംവെയർ, പ്രിൻ്റർ ഫേംവെയർ, ഇതൊക്കെ ഓരോ ഡിവൈസിലും നമ്മൾ അതിൻ്റെ മാനുഫാക്ചേഴ്സ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്മോൾ സോഫ്റ്റ്വെയർ ആണ് എംബഡഡ് ഫേംവെയർ എന്ന് പറയുന്നത്. Then microcontroller firmware used in microcontrollers or embedded processors for controlling various devices. നമ്മളുടെ ആൻഡ്രോയിഡ് ടെലിവിഷൻ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എടുത്ത് നോക്കുക, ഇതിൻ്റെ അകത്തൊക്കെ ചെറിയൊരു പ്രോസസ്സർ ഉണ്ടായിരിക്കും. ആ പ്രോസസ്സറിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫേംവെയർ ആണ് നമ്മുടെ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഫേംവെയർ എന്ന് പറയുന്നത്. കോമൺ ഇൻ ഓട്ടോമൊബൈൽസ്, മെഡിക്കൽ ഡിവൈസസ്, റോബോട്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ്, ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് മൈക്രോ കൺട്രോളർ ഫേംവെയർ എന്ന് പറയുന്നത്. ടിപ്പിക്കലി റിട്ടൺ ഇൻ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് C or in അസംബ്ലി ലാംഗ്വേജിലോ C ലാംഗ്വേജിലോ റൈറ്റ് ചെയ്തിരിക്കുന്ന ലോ ലെവൽ പ്രോഗ്രാമിംഗ് കോഡാണ് മൈക്രോ കൺട്രോളർ ഫേംവെയർ എന്ന് പറയുന്നത്. റൺസ് ഡയറക്ട്ലി ഓൺ ബെയർ മെറ്റൽ ഹാർഡ്വെയർ വിത്തൗട്ട് an OS. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് there is a comparisons between firmware, software and hardware. Just we can read or go through all this. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന ജനറൽ ടേംസ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. Then when the computer is switched on, current flows to various components. നമ്മളൊരു കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക്, ഡിഫറെൻറ്റ് കമ്പോണൻസിലേക്ക് അതിൻ്റെ ആവശ്യമായ വർക്കിംഗ് പവർ സപ്ലൈ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, then the BIOS chip is activated which initiates the computer and displays message on the screen. സോ ഓരോ കമ്പ്യൂട്ടറിനും അതിൻ്റെ ഫേംവെയർ അല്ലെങ്കിൽ ബയോസ് ഒരു സിസ്റ്റം ചിപ്പിലുണ്ടായിരിക്കും. ആ ചിപ്പിലേക്കാണ് ഫസ്റ്റ് പവർ സപ്ലൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് പവർ സപ്ലൈ ചിപ്പ് വന്നതിന് ശേഷം ചിപ്പ് ഇനീഷ്യലൈസ് ചെയ്യും, ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യും. ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള എല്ലാ പാർട്ടിലേക്കും ആവശ്യമായ പവർ സപ്ലൈ കണക്ഷൻസ് പോവുക. Then BIOS performs housekeeping activities before transferring control to the operating system. Then OSലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് മുൻപ് ബയോസ് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലെ അതിൻ്റെ അകത്ത് കോൺഫിഗറേഷൻസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. ഹാർഡ്വെയർ, ഹാർഡ് ഡിസ്ക്, റാം ഇൻസ്റ്റാൾഡ്, ദെൻ സപ്പോർട്ടിങ് പെരിഫറൈസ്, അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഫങ്ഷനിങ് ആണെങ്കിൽ മാത്രം ആണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുള്ളൂ. Then the boot process is, എന്താണ് ബൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ബൂട്ട് പ്രോസസ് ഈസ് ക്രൂഷ്യൽ ഫോർ സ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ബൂട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് സിസ്റ്റം ഹാർഡ്വെയർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് സേഫ് ആണ്, ഓപ്പറേറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബൂട്ട് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബൂട്ട് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബൂട്ടിംഗ് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിലെ സെറ്റപ്പാണ് ബയോസ് എന്ന് പറയുന്നത്. ബയോസ് സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ദാറ്റ് ഹാൻഡിൽസ് ഇനിഷ്യലൈസേഷൻ ഓഫ് ഹാർഡ്വെയർ. നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഡിഫറെൻറ്റ് ഹാർഡ്വെയർസിനെല്ലാം സിഗ്നലിംഗ് കൊടുക്കുക, ഇനിഷ്യലൈസ് ചെയ്യുക, പവർ ചെയ്യുക, ആൻഡ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സ്റ്റാർട്ടപ്പ്. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുക. ദെൻ ബയോസ് ചെക്ക് ചെയ്യുന്നത്, ഇറ്റ് ചെക്സ് ദ ഹാർഡ്വെയർ കമ്പോണൻസ് ആർ കണക്റ്റഡ് ആൻഡ് ഫങ്ഷണൽ. അതിൻ്റെ സപ്പോർട്ടിംഗ് ഹാർഡ്വെയർസ് എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ഫങ്ഷനിങ് ആണ് എന്നുള്ള ചെക്കിംഗ് ബയോസ് ചെയ്യും. ആൻഡ് വെദർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് റെഡി ഫോർ ഓപ്പറേഷൻ, ചെക്ക് ഫോർ വെദർ ദ ഹാർഡ്വെയർ ഈസ് റെഡി ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. ആൻഡ് ഹാർഡ് ഡിസ്ക് ഫങ്ഷനിങ് ആണ്,
സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മോണിറ്റേഴ്സ്, കീബോർഡ്സ് അതെല്ലാം ഫങ്ഷനിങ് ആണ് എന്നുള്ളൊരു ചെക്കിങ്, ഇനീഷ്യൽ റുട്ടീൻ ചെക്കപ്പ് കൂടി നമ്മൾ ബയോസ് ചെയ്യും. ദെൻ എന്താണ് ബൂട്ടിംഗ് പ്രോസസ്സിൽ ബയോസിന്റെ റോൾ എന്ന് പറയുന്നത്? സോ ബയോസ് കൺട്രോൾസ് ദ ബൂട്ട് പ്രോസസ്, വെരിഫൈങ്, ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് ദ PC. നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ടെസ്റ്റിംഗ് പ്രോസസ്സ് വെരിഫൈ ചെയ്യുക, സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് ബയോസിന്റെ ആദ്യത്തെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ഓൾ ആക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിംഗ് ദ ബൂട്ടിംഗ് പ്രോസസ്സ്. ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ ആക്ഷൻസും നമ്മളുടെ ബയോസിന്റെ കൺട്രോളിലായിരിക്കും. സിൻസ് ദ PC's hardware cannot function independently, BIOS provides necessary instructions in the form of software. സോ ഹാർഡ്വെയർ യൂണിറ്റ്സിൽ വരുന്ന ഓരോ യൂണിറ്റ്സും അതിന് ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ഓരോതിൻ്റെ പ്രോപ്പർ ടൈമിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ടൈമിംഗ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ബയോസ് യൂണിറ്റ് ആയിരിക്കും. ആക്ട്സ് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ CPU ആൻഡ് IO ഡിവൈസസ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് അല്ലെങ്കിൽ CPU-യും IO ഡിവൈസുകൾ എല്ലാവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ബയോസ് ആയിരിക്കും. ഹെൽപ്സ് PC റെക്കഗ്നൈസ് ഹാർഡ്വെയർ കമ്പോണൻസ് വിത്തൗട്ട് റിക്വയറിംഗ് അഡീഷണൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രസന്റ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എല്ലാ ഹാർഡ്വെയർസിനെയും ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യാനും നമ്മുടെ ബയോസിന് സാധിക്കും. ദെൻ വെൻ എ ന്യൂ ഹാർഡ്വെയർ ഇസ് ഇൻസ്റ്റാൾഡ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പുതിയൊരു ഹാർഡ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ബയോസ് കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മൾ അവിടെ മോഡിഫൈ ചെയ്യുക. എൻഷുവേഴ്സ് ദാറ്റ് ദ CPU ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ്സ് എഫിഷ്യൻ്റ്ലി. അഡീഷണലി നമ്മൾ കണക്ട് ചെയ്ത സപ്പോർട്ടിംഗ് ഹാർഡ്വെയർസ് അതിൻ്റെ സോഫ്റ്റ്വെയർസും കമ്പ്യൂട്ടറിലെ എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനും ബയോസിന് സാധിക്കും. ദെൻ ബൂട്ട് പ്രോസസ്, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ബൂട്ട് പ്രോസസ്സാണ്. ഒരു കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ആദ്യം നടക്കുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ബൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എന്താണ് ബൂട്ടിംഗ് പ്രോസസ്സിൽ നടക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ? സോ ദ ബയോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബൂട്ടിംഗ് ഓഫ് ദ PC ബൈ പെർഫോമിംഗ് എ സീരീസ് ഓഫ് ചെക്സ് ആൻഡ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ CPU അല്ലെങ്കിൽ മദർ ബോർഡ് ചെയ്യുന്ന ഒരു റുട്ടീൻ ചെക്കപ്പാണ്. ആ ചെക്കപ്പിന് ശേഷം ഓക്കെ ആണ്, സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ OS ലോഡ് ചെയ്യുക. OS ലോഡ് ചെയ്ത് മേക്ക് ദ സിസ്റ്റം റെഡി ഫോർ ദ യൂസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ലോഡ് ചെയ്ത് ആവശ്യമായ എല്ലാ ബേസിക്സ് റിക്വയർമെൻറ്റ്സും സെറ്റ് ചെയ്തതിന് ശേഷം യൂസറിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ കേപ്പബിൾ ആകുന്ന രീതിയിൽ സിസ്റ്റം റെഡിയാക്കുക എന്നുള്ളതാണ് ബയോസ് അല്ലെങ്കിൽ ബൂട്ടിംഗ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറെൻറ്റ് പ്രോസസ്സാണ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഓപ്പറേഷനാണ് നമ്മളുടെ ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പവർ ഓൺ ആൻഡ് ഇനീഷ്യലൈസേഷൻ. സോ നമ്മൾ CPU-യിലുള്ള പവർ ബട്ടൺ ഓൺ ആക്കുക. പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ പവർ ഓൺ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. പവർ ഓൺ നടക്കുമ്പോൾ ഇനീഷ്യലൈസ് ഇറ്റ് സെൽഫ് ബട്ട് ഡസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി സപ്ലൈ പവർ ടു ദ എൻ്റയർ സിസ്റ്റം. സോ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി കമ്പ്യൂട്ടറിലുള്ള എല്ലാ റാമിലേക്കും ഹാർഡ് ഡിസ്കിലേക്കും പ്രോസസ്സറിലേക്കും ഇമ്മീഡിയറ്റ് പവർ പോവില്ല. ഏറ്റവും ആദ്യം നമ്മൾ ട്രിഗർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബയോസ് ചിപ്പായിരിക്കും. ഓക്കെ, സോ ബയോസ് ഇറ്റ് സെൽഫ്, ദാറ്റ് സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ് ഈസ് റിസൈഡിങ് ഇൻ എ ചിപ്പ്. ഒരു IC-ക്കകത്ത് ഒരു റോം അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറിക്കകത്താണ് ഈ ബയോസ് ഇരിക്കുന്നത്. സോ ബയോസിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പവർ എക്സൈറ്റേഷൻ കൊടുക്കുക. സോ വൺസ് ദ പവർ ഈസ് സ്റ്റേബിൾ, പവർ എല്ലാം ചെക്ക് ചെയ്ത് സ്റ്റേബിൾ ആണ്, ബയോസ് സ്റ്റേബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മദർ ബോർഡ് റിസീവ്സ് എ ഗുഡ് പവർ സിഗ്നൽ. മദർ ബോർഡിലേക്ക് പവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് സിസ്റ്റം റീസെറ്റ്സ് കമാൻഡ് ഈസ് സെൻഡ് ടു ദ പ്രോസസ്സർ. മദർ ബോർഡിൽ തന്നെയുള്ള മെയിൻ ഏജന്റ് ആണ് നമ്മളുടെ പ്രോസസ്സർ. പ്രോസസ്സറിലേക്ക് ഒരു പവർ ഓൺ റീസെറ്റ് എന്ന് പറയുന്ന സിഗ്നൽ സപ്ലൈ ചെയ്യും. സോ റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബിഫോർ മൈക്രോ പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനെല്ലാം ക്ലിയർ ചെയ്ത് ഇറേസ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സറിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് റീസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മദർ ബോർഡിലേക്ക് പവർ വന്നതിന് ശേഷം ഗുഡ് പവർ ആണ്, ക്വാളിറ്റി പവർ ആണ്, പവർ അഡിക്വേറ്റ് കപ്പാസിറ്റി ഉള്ളതാണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർ പവർ ആണെങ്കിൽ നമ്മളുടെ മദർ ബോർഡ് CPU-യിലേക്ക് റീസെറ്റ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും. അറ്റ് ദിസ് പോയിന്റ് സിസ്റ്റം മേ സ്റ്റിൽ അപ്പിയർ പവർഡ് ഓഫ്. ഈ റീസെറ്റ് വരുന്നത് വരെ എൻ്റെ സിസ്റ്റം നമ്മൾക്ക് മുന്നിൽ കാണുന്നത് അത് പവർ ഓഫ് ചെയ്ത പോലെ തന്നെ ആയിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റേജ്, ഒന്നാമത്തെ പ്രോസസ്സ് പവർ ഓൺ ചെയ്തു, സിസ്റ്റം റീസെറ്റ് ആൻഡ് ജമ്പ് അഡ്രസ് എക്സിക്യൂഷൻ. സോ നമ്മളുടെ CPU-യിലുള്ള പ്രോസസ്സറിലേക്ക് നമ്മൾ റീസെറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മദർ ബോർഡ് ചിപ്സെറ്റ് സെൻസ് റീസെറ്റ് കമാൻഡ് ടു CPU റീഡ്സ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം എ ജമ്പ് അഡ്രസ്. സോ CPU എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്നത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത്
അതിനെ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോസസ്സറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളുടെ റാം മാപ്പ് ചെയ്തിരിക്കുന്ന മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അത് സിസ്റ്റം ഡിസൈനർ ആയിരിക്കും ആ അഡ്രസ്സ് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മളുടെ സ്റ്റാൻഡേർഡായിട്ട് ഇൻ്റലിൻ്റെ 86 ഫാമിലീസ് ഓഫ് പ്രോസസ്സർ അല്ലെങ്കിൽ ഇന്റൽ പ്രോസസ്സേഴ്സ് എല്ലാം 86 ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സ് എന്നാണ് പറയുക. 86 ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ്. ഈ പ്രോസസ്സിനെസ് എല്ലാം അതിലൊരു പെർട്ടിക്കുലർ മെമ്മറി, ആ മെമ്മറിയുടെ അഡ്രസ്സാണ് FF0 എന്ന് പറയുന്ന അഡ്രസ്സ്. 0x ഹെക്സാഡെസിമൽ FF0 എന്ന് പറയുന്ന 8 ഒരു ഇനീഷ്യൽ അഡ്രസ്സിലേക്ക് ആദ്യമായിട്ട് എക്സിക്യൂഷൻസ് റീസെറ്റിന് ഇൻട്രപ്റ്റ് വെക്ടർ ലുക്കപ്പ് ടേബിൾ എന്നാണ് വെക്ടർ ലൊക്കേഷൻ എന്നാണ് പറയുക. റീസെറ്റ് ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ എന്നാണ് പറയുക, വെക്ടർ അഡ്രസ് എന്നാണ് പറയുക. സോ പവർ ഓൺ അല്ലെങ്കിൽ റീസെറ്റ് ആയതിനു ശേഷം മൈക്രോ പ്രോസസ്സർ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് FF0 എന്ന് പറയുന്ന അഡ്രസ്. ആ അഡ്രസ്സിലേക്കായിരിക്കും ഏറ്റവും ആദ്യം മൈക്രോ പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻസിനെ ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ലൊക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിയിൽ പഠിച്ചിരിക്കുന്നത് പോലെ ഗോ ടു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ജമ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. സോ FF0 എന്ന് പറയുന്ന അഡ്രസ്സിൽ നമ്മൾ വച്ചിരിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ജമ്പ് ടു അനദർ ലൊക്കേഷൻ. ആ അനദർ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതൊരു മെമ്മറി അഡ്രസ് ആയിരിക്കും. ആ മെമ്മറി അഡ്രസ്സിലാണ് നമ്മൾ ബയോസ് മെമ്മറി ചിപ്പ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ റീസെറ്റ് ബട്ടൺ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട്സ് റിസീവിങ് ഡാറ്റ, സ്റ്റാർട്ട്സ് റീഡ് ഫ്രം ദ മെമ്മറി FF0H എന്ന് പറയുന്ന ലൊക്കേഷൻ. FF0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ജമ്പ് ഇൻസ്ട്രക്ഷനാണ്. അതൊരു ഗോ ടു അല്ലെങ്കിൽ കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പോലെയാണ്. ആ ജമ്പ് വൺ അഡ്രസ് അത് മാനുഫാക്ചർ ഡിസൈഡ് ചെയ്യും എവിടെയാണ് ആ അഡ്രസ്സ് എന്നുള്ളത്. ആ അഡ്രസ്സിലായിരിക്കും ബൂട്ടിങ്ങിന് ആവശ്യമായ ബൂട്ടിംഗ് ആപ്ലിക്കേഷനായ ബയോസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ ബയോസ് ഒരു ചിപ്പിലായിരിക്കും. ആ ചിപ്പിൽ മാപ്പ് ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് FF0H എന്ന് പറയുന്ന മെമ്മറിയിൽ മാപ്പ് ചെയ്തിരിക്കുന്ന ജമ്പ് ഇൻസ്ട്രക്ഷനിലുള്ളത്. സോ ബൂട്ട് ഇൻസ്ട്രക്ഷൻസിലേക്ക് ജമ്പ് ചെയ്യും. ആ ബൂട്ട് ഇൻസ്ട്രക്ഷൻ ബൂട്ട് ചിപ്പിനെ ആക്ടിവേറ്റ് ചെയ്ത് ബൂട്ട് ഇൻസ്ട്രക്ഷൻസ് ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ തുടങ്ങും. ദെൻ ആ ബൂട്ടിലേക്ക് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ ശേഷമാണ് ബയോസ് ഇനിഷ്യലൈസ് ചെയ്യുക. സോ CPU എക്സിക്യൂട്ട്സ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. സോ ബയോസ് അതിൻ്റെ മെമ്മറിയിൽ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 8000 എന്ന് പറയുന്ന മെമ്മറിയിലാണ് ബയോസ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ FF0 വയ്ക്കുക ജമ്പ് 8000 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. സോ ഇമ്മീഡിയറ്റ്ലി പ്രോഗ്രാം എക്സിക്യൂഷൻ 8000 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. 8000-ലെ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ ബയോസിൻ്റെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താണോ അവരുടെ സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കമാൻഡ് റീഡ് ചെയ്യാൻ തുടങ്ങും. സോ CPU എക്സിക്യൂട്ട്സ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാർട്ട്സ് കോപ്പിയിങ് ദ ബയോസ് പ്രോഗ്രാം ഇൻ ദ സിസ്റ്റം മെമ്മറി. ഈ മെമ്മറിയിലേക്ക് ഈ ബയോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ റാമിലേക്ക് കംപ്ലീറ്റ് ബയോസ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാം. നോർമലി പ്രോഗ്രാം റൺ ചെയ്യുന്ന പോലെ തന്നെ ഈ റാമിൽ നിന്ന് ഡാറ്റ ഇൻസ്ട്രക്ഷൻ ഫെച്ചും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും ഓപ്പറേഷൻസ് എല്ലാം നടക്കും. സോ ബയോസ് പ്രിപ്പയർസ് ദ സിസ്റ്റം ഫോർ ഹാർഡ്വെയർ ചെക്സ്. സോ ആദ്യം നടക്കുന്നത് ബയോസിലേക്ക് സിഗ്നൽ കിട്ടിയതിന് ശേഷം ബയോസ് പ്രോപ്പറായിട്ട് ലോഡ് ചെയ്തതിന് ശേഷം ബയോസ് പ്രോഗ്രാമിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ ചെക്കിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ചെക്ക് ദ സിസ്റ്റം ഹാർഡ്വെയർ. നമ്മുടെ PC-യിലുള്ള എല്ലാ ഹാർഡ്വെയർസിനെയും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ചെക്കപ്പ് നമുക്ക് ഇനീഷ്യലി നമ്മൾ ബയോസ് ഓപ്പറേഷൻ ചെയ്യും. ദെൻ നാലാമത്തെ സ്റ്റേജ് എന്ന് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അത് ബയോസിലെ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സെൽഫ് ടെസ്റ്റ് ഓപ്പറേഷനാണ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ദ ബയോസ് പെർഫോംസ് എ സെൽഫ് ടെസ്റ്റ് കോൾഡ് പോസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയാം ടു വെരിഫൈ ആൻഡ് ടെസ്റ്റ് ഹാർഡ്വെയർ കമ്പോണൻസ്. സോ ബയോസ് വെച്ചിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ചെക്കിംഗ് ആണെന്ന് പറഞ്ഞു. ആ ഹാർഡ്വെയർ ചെക്കിംഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഹാർഡ്വെയർസിനെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പോസ്റ്റ് എന്ന് വിളിക്കും. സോ ആ ബയോസിലെ ഏറ്റവും ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുമ്പോൾ ഹാർഡ്വെയറിലെ ഓരോ കമ്പോണൻസും നമ്മളുടെ പ്രോസസ്സർ ചെക്ക് ചെയ്യും. ഇഫ് എ പ്രോബ്ലം ഈസ് ഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നില്ല, SSD വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെമ്മറി ഫെയിലിയർ ഉണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ബയോസ് കീപ്പ് ബീപ്പ് സൗണ്ട്
ബയോസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബൂട്ടിംഗ് പ്രോസസ്സിലെ ഏറ്റവും ആദ്യം ഇതിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു ബീപ്പ് സൗണ്ട് ആയിരിക്കും കിട്ടുക. ആ ബീപ്പ് സൗണ്ടിൻ്റെ നമ്പർ ഓഫ് സൗണ്ടും നമ്പർ ഓഫ് ബീപ്സും അതിൻ്റെ ഫ്രീക്വൻസിയും ടോണും ഒക്കെ നോക്കിയിട്ട് ഒരു എക്സ്പേർട്ടിന് എന്താണ് ആ ഹാർഡ്വെയർ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹാർഡ്വെയർ എന്തെങ്കിലും എറർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, എറർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേസ് ആൻ എറർ മെസ്സേജ് ഇൻ അഡീഷൻ ടു ബീപ്പ് സൗണ്ട് സ്റ്റോപ്പിംഗ് ദ ബൂട്ട് പ്രോസസ്. എന്നിട്ട് ബൂട്ട് പ്രോസസ് അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ അവിടെ ടെർമിനേറ്റ് ചെയ്യും. നമുക്ക് നമ്മളെ സിസ്റ്റം ഡയഗ്നോസ് ചെയ്യേണ്ടി വരും. സിസ്റ്റം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യേണ്ടി വരും. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് വീഡിയോ അഡാപ്റ്റർ ആൻഡ് പെരിഫറൽ ബയോസ് ഇനീഷ്യലൈസേഷൻസ്. ആ ബൂട്ട് പ്രോസസ്സിൽ പോസ്റ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് നമ്മളുടെ വീഡിയോ അഡാപ്റ്റർ അല്ലെങ്കിൽ വീഡിയോ IO മൊഡ്യൂൾസ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ബയോസ് കംപ്ലീറ്റ് റണ്ണിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ബയോസ് ലുക്സ് ഫോർ വീഡിയോ അഡാപ്റ്റേഴ്സ്. ബയോസ് ടു ഇനീഷ്യലൈസ് ദ ഡിസ്പ്ലേ. സോ വീഡിയോ അഡാപ്റ്ററിന് വീഡിയോ യൂണിറ്റിന് വേറൊരു ബയോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേംവെയർ ഉണ്ടായിരിക്കും. ആ ഫേംവെയറിലേക്ക് ആവശ്യമായ സിഗ്നലിംഗ് ഒക്കെ കൊടുക്കും. അതിനുശേഷം അതർ പെരിഫറൽസ് എല്ലാം ചെക്ക് ചെയ്യും. കീബോർഡ്, സ്റ്റോറേജ് കൺട്രോളേഴ്സ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്യും, ചെക്ക് ചെയ്യും. ആൻഡ് ദർ ബയോസ് റൂട്ടീൻസ് ആർ ലോഡഡ്. ഓരോന്നിനും അതിൻ്റെതായ ബയോസ് ഉണ്ടായിരിക്കും, ഓരോന്നിനും അതിൻ്റെതായ ഫേംവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫേംവേഴ്സ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്ത് ഓരോ ഫേംവേഴ്സും പാരലലി റൺ ചെയ്യാൻ തുടങ്ങും. ദെൻ അഞ്ചാമത്തെ ചെക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിക്സ്ത് സ്റ്റെപ്പ് ഇൻ ബൂട്ടിംഗ് എന്ന് പറയുന്നത് മെമ്മറി ടെസ്റ്റിംഗ് ആൻഡ് ഹാർഡ്വെയർ ചെക്കിംഗ് ആണ്. ബയോസ് ആദ്യം ഇനീഷ്യൽ ബേസിക്സ് ടെസ്റ്റിംഗ് മാത്രമാണ് പോസ്റ്റിൽ ചെയ്യുക. ഓക്കെ, ഓരോ മെമ്മറിയിലും വന്നിട്ട് അതിൻ്റെ റാം, ഇൻസ്റ്റാൾഡ് റാമും പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് റാമും മാച്ചിങ് ആണോ, അഡീഷണൽ റാം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ബയോസ് പെർഫോംസ് എ സീരീസ് ഓഫ് ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് ചെക്കിംഗ് ആൻഡ് കൗണ്ടിങ് ദ എമൗണ്ട് ഓഫ് സിസ്റ്റം മെമ്മറി. സോ 4 GB റാം ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് 4 GB റാമും വർക്കിംഗ് കണ്ടീഷനാണ്. അല്ലെങ്കിൽ 4 GB അപ്ഡേറ്റ് ചെയ്ത് 8 GB ആക്കിയിട്ടുണ്ടോ, 8 GB അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേംവെയറിൽ അപ്ഡേഷൻ ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെക്കിംഗ് എല്ലാം ഈ സ്റ്റേജിൽ നടക്കും. ഈ എറേഴ്സ് ഓഫ് പോസ്റ്റ് മെസ്സേജ് ആർ ഡിസ്പ്ലേഡ് ഇൻസ്റ്റെഡ് ഓഫ് എ ബീപ്പ് സൗണ്ട്. ബീപ്പ് പോസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന എറേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് ബീപ്പ് സൗണ്ട് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്തായിരിക്കും കാണിക്കുക. ബൂട്ട് പ്രോസസ് അവിടെ സസ്പെൻഡ് ചെയ്യും. നമുക്ക് എറർ മെസ്സേജ് അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ട് നമുക്ക് ആ എറേഴ്സ് കാണിക്കുകയും ചെയ്യും. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഹാർഡ്വെയർ കോൺഫിഗറേഷൻ വെരിഫിക്കേഷൻ. BIOS checks if all devices listed on the CMOS settings are present and functional. സോ നമ്മളോട് ഡിവൈസ് കോൺഫിഗറേഷൻ ഉണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിൻഡോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈസ് മാനേജർ ഉണ്ടായിരിക്കും. ഡിവൈസ് മാനേജറിൽ അതിൻ്റെ സൗണ്ട് കാർഡ്, വൈഫൈ കാർഡ്, ഈതർനെറ്റ് കാർഡ്, ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾഡ്, അങ്ങനെയെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻസും പ്രോപ്പറായിട്ടാണോ, വർക്കിംഗ് ആണോ, ഹാർഡ്വെയർ എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളൊരു വെരിഫിക്കേഷൻ ചെക്കിങ്ങും നമ്മളുടെ ബയോസ് പ്രോസസ്, ബൂട്ടിംഗ് പ്രോസസ്സ് ചെയ്യും. ഇറ്റ് അസൈൻസ് ആൻഡ് വെരിഫൈസ് ഹാർഡ്വെയർ ഐഡൻറ്റിഫൈസ് ഫോർ സീരിയൽ പോർട്ട്സ്. ഇപ്പോൾ നമ്മളുടെ സീരിയൽ പോർട്ട് USB-ക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു പോർട്ടിനാണ് സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്. സീരിയൽ പോർട്ട്സിലെ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾക്ക് എല്ലാത്തിനും ആവശ്യമായ കോം പോർട്ട് അസൈൻ ചെയ്യും. COM1, COM2, COM3 നമ്പർ ഓഫ് പോർട്ട്സ് അസൈൻ ചെയ്യും. അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ബയോസ് ആണ്. ഓരോ അഡ്രസ്സും നമുക്ക് അതിന് അസൈൻ ചെയ്ത് പാരലൽ പോർട്ട്സ് LPG1, DB9 കണക്ഷൻസിൽ കണക്ഷൻസ് ഉണ്ടോ, അങ്ങനെയെല്ലാം പ്രിൻ്റർ കണക്റ്റഡ് ആണോ, അതിനെല്ലാം അഡ്രസ്സ് അസൈൻ ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഏഴാമത്തെ ബൂട്ടിംഗ് സ്റ്റേജിൽ നടക്കും. ദെൻ എട്ടാമത്തെ പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസ് എന്ന് പറയുന്നത് PNP ഡിറ്റക്ഷൻ എന്ന് പറയും. PNP ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് okay, so eighth stage on the PNP plug and play. If the BIOS supports the plug and play, it detects and configures any PNP devices. PNP എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് BIOS automatically recognize and configure hardware devices. It eliminates the need for users to manually set hardware parameters. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മളുടെ ഹാർഡ്വെയർ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിറ്റക്ട് ചെയ്ത് അതിന് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് PNP ഡിവൈസ്. പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസ്. നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ്. അങ്ങനെയുള്ള ഡിവൈസിനൊക്കെ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ഡിറ്റക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ BIOS സമ്മറി ഡിസ്പ്ലേ. സോ എട്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, എല്ലാ ചെക്കിങ് കഴിഞ്ഞു, എല്ലാ ഡിവൈസും വർക്കിംഗ് ആണ്. 9th സ്റ്റേജിലേക്ക് എത്തി. സമ്മറി സ്ക്രീൻ അപ്പിയേഴ്സ് ഷോവിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദ സിസ്റ്റം ഇൻക്ലൂഡിംഗ് BIOS വേർഷൻ കാണിക്കും, CPU ടൈപ്പ് കാണിക്കും, മെമ്മറി സൈസ് കാണിക്കും, ഇൻസ്റ്റാൾ മെമ്മറി കാണിക്കും. അതെല്ലാം ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് കാണിക്കും. ആൻഡ് ഇൻഡിക്കേറ്റ് സിസ്റ്റം ഹാസ് പാസ്ഡ് ഓൾ ചെക്സ് ആൻഡ് റെഡി ടു ലോഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ മെസ്സേജ് എല്ലാം എല്ലാ ചെക്കിങ്ങും പാസ്സായതിനു ശേഷം ഒരു സമ്മറി ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ BIOS ചെയ്യുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന OSനെ അതിൻ്റെ റാമിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ
മൂന്നാമത് ഡിവൈസ് സെലക്ഷൻസ് ബൂട്ടിംഗ്. നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെ നിന്നാണ് ലോഡ് ചെയ്യേണ്ടത് അതിനാണ് ബൂട്ടിംഗ് ഡിവൈസ് സെലക്ഷൻസ് എന്ന് പറയുന്നത്. ബയോസ് മസ്റ്റ് ലൊക്കേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എവിടെയാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സീമോ സെറ്റിംഗ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ബയോസിൽ നമുക്ക് സെറ്റിംഗ് കൊടുക്കാൻ പറ്റും പ്രിഫേർഡ് ബൂട്ട് ലൊക്കേഷൻസ്. സോ സി ഡി ഡ്രൈവിൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ സി ഡി ഡ്രൈവിൻ്റെ ബൂട്ട് ഇൻസ്റ്റലേഷൻ സി ഡി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സി ഡിയിലേക്ക് പോകും. അല്ലെങ്കിൽ അതിൽ പ്രസന്റ് അല്ല എങ്കിൽ അടുത്തത് നമ്മളുടെ ബൂട്ടിംഗ് പ്രിഫറൻസിൽ രണ്ടാമതിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് എന്നായിരിക്കും. സോ ഹാർഡ് ഡിസ്കിൽ വാലിഡ് ഓൾഡ് ഒ എസ് ഐഡന്റിഫൈ ചെയ്യും. ഒ എസ് ഇല്ല എങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരും. അടുത്ത ബൂട്ട് ലൊക്കേഷൻ ഫ്ലോപ്പി ഡിസ്ക് ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ ആകാം. അങ്ങനെ പല ബൂട്ട് ലൊക്കേഷൻസും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യും. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്ന ഓൾഡ് കമ്പ്യൂട്ടേഴ്സിലുള്ളതാണ്. ഇന്നത്തെ ന്യൂ ജെൻ കമ്പ്യൂട്ടേഴ്സിലൊന്നും ഫ്ലോപ്പി ഡിസ്ക് ഇല്ല. സോ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആകാം, സി ഡി റോം ആകാം, USB ഡ്രൈവ് ആകാം. യൂസേഴ്സ് ക്യാൻ മോഡിഫൈ ദ ബൂട്ട് സീക്വൻസ് ഇൻ ദ ബയോ സെറ്റിംഗ്സ്. എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും ആദ്യം പ്രിഫറൻസ് നമുക്ക് നമ്മൾ ബയോസിൽ കയറിയിട്ട് സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏതാണോ മോസ്റ്റ് പ്രോബബ്ലി ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് ആയിരിക്കും കൊടുക്കുക. സോ അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഹാർഡ് ഡിസ്കിൽ OS ഉള്ളതുകൊണ്ട് OS ലോഡ് ചെയ്ത് നമുക്ക് വരുക. ദെൻ ബൂട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻസ്. ഇതിന് ശേഷം ബയോസ് ലുക്സ് ഫോർ എ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. MBR എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സെഗ്മെന്റ് ഉണ്ടായിരിക്കും. അത് ബൂട്ട് ഡിസ്കിൽ ഉണ്ടായിരിക്കും. അത് ഫസ്റ്റ് സെക്ടർ ഓഫ് ദ ഹാർഡ് ഡ്രൈവ്. നമ്മൾ OS ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്കിന്റെ ആദ്യത്തെ സെക്ടറിൽ ഏറ്റവും ഇനിഷ്യലൈസ് ചെയ്യുന്ന ഫിസിക്കലി ഹാർഡ് ഫസ്റ്റ് സെക്ടറിൽ നമ്മൾ അതിൻ്റെ MBR എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഫ്ലോപ്പി ഡിസ്ക് ഈസ് ബീങ് യൂസ്ഡ് ഇറ്റ് സെർച്ചസ് ഫോർ ദ ബൂട്ട് പ്രോഗ്രാം ഇൻ ദ ഫസ്റ്റ് സെക്ടർ. If no valid boot device is found, another message appears, non-boot device is available. ഇത്രയും നടന്നതിന് ശേഷം ഒരു ലൊക്കേഷനിലും ഒരു പ്രിഫറബിൾ ലൊക്കേഷൻസിലും നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന ഓരോ ലൊക്കേഷൻസിലും നമ്മൾ ബൂട്ട് മെമ്മറിക്ക് ആവശ്യമായ ബൂട്ട് പ്രോഗ്രാമിന് ആവശ്യമായ OSന്റെ പ്രസൻസ് ചെക്ക് ചെയ്യും. അതിൻ്റെ MBRൽ ആ OSന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എറർ മെസ്സേജ് ആയിരിക്കും. നോ ബൂട്ട് ഡിവൈസ് അവൈലബിൾ എന്ന് പറയുന്ന ഒരു വാർണിംഗ് ആയിരിക്കും നമുക്കുണ്ടാവുക. കമ്പ്യൂട്ടർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡിംഗ് ഫെയിലിയർ ആയി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, സോ ഇത്രയും പ്രോസസ്സാണ് നമ്മളുടെ ബൂട്ടിംഗ് ഓപ്പറേഷൻസിൽ വരിക. ദെൻ ബൂട്ടിംഗ് തന്നെ രണ്ട് രീതിയിലുണ്ട്, കോൾഡ് ബൂട്ട് ആൻഡ് വാം ബൂട്ട്. ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. What do you mean by cold boot? So boot sequence used when a PC is powered on from a powered off condition is called cold boot. So cold boot എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ രാത്രി കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം രാവിലെ മോർണിംഗിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ പവർ ഓൺ കൊടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതിന് മുമ്പ് പവറിലേക്കുള്ള പവർ സപ്ലൈ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ പവർ ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾഡ് ബൂട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. സിസ്റ്റം സ്റ്റാർട്ട്സ് കോൾഡ് ബൂട്ട് വെൻ സിസ്റ്റം സ്റ്റാർട്ട്സ് ഫ്രം എ പവർഡ് ഓഫ് സ്റ്റാറ്റസ്. പവർഡ് ഓഫ് സ്റ്റാറ്റസിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് ഒരു പവർ സപ്ലൈ വന്നുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് പവർ ഒന്നും ഇല്ല, ന്യൂ ആയിട്ട് ഒരു പവർ സ്റ്റേജ് വരിക, അതിങ്ങനെ ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിനാണ് കോൾഡ് ബൂട്ട് എന്ന് പറയുന്നത്. വാം ബൂട്ട് ഹാപ്പൻസ് വെൻ ദ PC ഈസ് ഓൾറെഡി പവർഡ് ഓൺ. നമ്മൾ രാവിലെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തു, ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യാതെ പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ പവർ സേവിങ് മോഡിലേക്കും ലോക്ക് മോഡിലേക്കും നമ്മുടെ PC പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും വന്ന് ഏതെങ്കിലും ഒരു സ്വിച്ച് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ ഓൾറെഡി ICക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ CPയിലേക്ക് ആവശ്യമായ പവറൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാകും. ഫ്രഷ് ആയിട്ട് സിസ്റ്റത്തിലേക്ക് പവർ വരുന്നതല്ല. ഓക്കെ, നമ്മളൊരു റിഫ്രഷ് ചെയ്ത് കമ്പ്യൂട്ടറിനെ ഫ്രഷ് ആയിട്ട് ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബൂട്ടിംഗ് പ്രോസസ്സ് വരികയാണെങ്കിൽ അതിനെ വാം ബൂട്ട് എന്ന് പറയും. So warm boot is processing the combination of the key Alt Control Delete or pressing the reset button. Alt Control Delete ഒക്കെ പ്രസ് ചെയ്ത് കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ബൂട്ടിംഗ് നടക്കുന്നതിന് നമ്മൾ വാം ബൂട്ട് എന്ന് പറയുന്നത്. സോ വാം ബൂട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള പോസ്റ്റ് ചെക്കിങ്ങും OS ലോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൂട്ടിങ്ങിൽ ചെയ്യില്ല. ബാക്കി എല്ലാ ഐഡിയൽ സ്റ്റേറ്റിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ സ്ലീപ്പ് മോഡിലിരിക്കുന്ന എല്ലാ പാർട്സിനെയും ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വാം ബൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൾഡ് ബൂട്ട് കോസസ് ദ കംപ്ലീറ്റ് ബൂട്ട് ആൻഡ് പോസ്റ്റ് സീക്വൻസ് ടു ടേൺ. കോൾഡ് ബൂട്ട് ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ബൂട്ടാണ്, പോസ്റ്റ് സീക്വൻസ് എല്ലാം ചെയ്യും, ബയോസ് ചെക്കിങ്ങും ബയോസ് സിസ്റ്റം ഹാർഡ്വെയർ വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ബൂട്ടിങ് എക്സ്പെക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ്, അതാണ് കോൾഡ് ബൂട്ട് എന്ന് പറയുന്നത്. ബട്ട് പോസ്റ്റ് പ്രോസസ് ഡസ് നോട്ട് റൺ വാം does not run after a warm boot. പോസ്റ്റ് പ്രോസസ്സ് വാം ബൂട്ടിൽ നടത്തില്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ പോസ്റ്റ് പ്രോസസ് ആൻഡ്
what you say, cold boot and a warm boot.